2000-ലെ ഒരു കലോത്സവ വേദി. കർട്ടൻ ഉയർന്നതും 8 വയസ്സുകാരനായ മഹേഷ് മോണോ ആക്ടിനായി മൈക്കിൽ മുമ്പിൽ വന്നു നിന്നു. അവതരണം തുടങ്ങിയതോടെ സൈഡ് കർട്ടൻ നീക്കിക്കൊണ്ട് മത്സരാർത്ഥിയും സഹപാഠിയുമായ അരുൺ ഉറക്കെ കൂവി. കൂവലെന്ന് പറഞ്ഞാൽ ശക്തമായ കൂവൽ. കൂ! ഇത്രയല്ല, ഇതിലും ഉച്ചത്തിൽ കൂവൽ കേട്ടതോടെ മൈക്കിന് മുമ്പിൽ നിന്ന് മഹേഷ് വിറയ്ക്കാൻ തുടങ്ങി. പേടിയും സങ്കടവും കാരണം അവതരിപ്പിക്കാൻ കഴിയാതെ അവൻ കരയാനും. സദസ്സിൽ കൂട്ടച്ചിരിയും. കർട്ടനരികെ നിൽക്കുന്ന അരുണിന് ചിരി അടക്കാൻ കഴിയുന്നില്ല. സന്തോഷത്തോടെയുള്ള ചിരി. ഇത് മറ്റു വേദികളിലും തുടർന്നു. വിജയിയായി അരുണും കൂവലിൽ തളരുന്ന തോൽവിയായി മഹേഷും. എന്താല്ലേ പാവം. വർഷം 2022. എന്തെങ്കിലും മുഴുവനായിട്ട് അവതരിപ്പിക്കുവോ? കുന്തിപുത്ര, ചെയ്യേണ്ടതും ചെയ്തുകൂടാത്തതും എന്ത്, ഭയക്കേണ്ടതും ഭയപ്പെടാത്തതും എന്ത്, ബന്ധത്തിനും മോക്ഷത്തിനും കാരണമാവുന്ന എന്ത് എന്നറിയുന്നതാണല്ലോ സാത്വികമായ ബുദ്ധി. ഒരു കൽക്കണ്ടം കിട്ടുമോ? കൂവലിനൊരു മാധുര്യം കിട്ടും. സമയമായി വാ. കുറെ വർഷമായില്ല നായേ, നിർത്തിക്കൂടെ? എടാ, നിന്നെ എനിക്കൊക്കെ എതിരാളിയാക്കാനുള്ള ശ്രമമല്ലേ, അതിനല്ലേ കൂന്നേ. നിന്നെ ഞാൻ ഒരു പോരാളിയാക്കും. ഈ ക്രമത്തിൽ മത്സരങ്ങൾ പുരോഗമിക്കുന്നതാണെന്ന് അറിയിക്കുന്നു. കർണാടക സംഗീതത്തിലും മാന്യസദസ്സിന് വന്ദനം. പ്രിയപ്പെട്ടവരെ, ഞാൻ തളർന്നല്ലേ? ഫോൺ എടുക്കുമോനെ. എന്താ, കുറച്ച് സമാധാനം തരുമോ? ഒരു കളിയാക്കല്. ഇന്നും പൊരിഞ്ഞ വേറെ ആയിരുന്നല്ലോ. അവന്റെ പെർഫോമൻസ് സൂപ്പർ ആയിരുന്നു.
അവന്റെ പെർഫോമൻസിനെ പറ്റി പറയാനാണ് വിളിച്ചേ. ഒന്ന് വെച്ചിട്ട് പോയവിടുന്ന്. അയ്യോ വെക്കല്ലേ വെക്കല്ലേ. എന്തിനാ ഈ കൂവല് കേൾക്കുമ്പോ താൻ ഇങ്ങനെ വിറച്ച് തളരുന്നേ? അതൊന്നും എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ പോക്ക് പോയാൽ നീ ഒരിടത്തും എത്താൻ പോവില്ല. അവൻ ഇനി ഇഷ്ടം പോലെ വേറെ പരിപാടിയും കിട്ടും. നീ ഈ കൂക്കലും കേട്ട് വിറച്ചിരുന്നോ? ഓ, എല്ലാരും കൂടെ ചടപ്പിക്കുകയാണല്ലേ. അമ്മയുടെ ഉപദേശം ഇപ്പൊ കഴിഞ്ഞേ ഉള്ളൂ. ഇനി നിന്റെയും കൂടെ ഒരു കുറവേ ഉള്ളൂ. അവനെന്തിനാ ഞാൻ കയറുമ്പോ കൂക്കണത്? ഇങ്ങനെ പോവാണെങ്കിൽ ഞാൻ എന്തെങ്കിലും അവന് ചെയ്യും, ഉറപ്പാ. ഒരു കാര്യം ചെയ്, അവൻ സ്റ്റേജിൽ കയറുമ്പോ നീയും കൂക്കിക്കോ. അതിനെനിക്ക് കൂവാൻ അറിയില്ല. എന്റെ കൂവലിന് ശബ്ദമില്ല. ചെവി പൊട്ടുന്ന ശബ്ദത്തിൽ കൂക്കാൻ പ്രാക്ടീസ് ചെയ്. പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്നാണല്ലോ. ഒന്ന് വെച്ചിട്ട് പോയവിടുന്ന്. അവൻ സ്റ്റേജിൽ കയറുമ്പോ നീയും കൂക്കിക്കോ. ചെവി പൊട്ടുന്ന ശബ്ദത്തിൽ കൂക്കാൻ പ്രാക്ടീസ് ചെയ്. ഹേ അർജുന, നീ എഴുന്നേൽക്കുക. യുദ്ധം ചെയ്ത് ജയവും യശസ്സും നേടുക. ശത്രുക്കളെ ജയിച്ച് ഐശ്വര്യസമൃദ്ധമായ രാജ്യം ഭരിച്ചു വാഴുക. ക്ലാസ് മുറിയുടെ സൈഡിൽ കൂടെ പോകുമ്പോഴെങ്കിലും ഓൻ്റെ കൂക്കലം നിർത്താൻ പറയണം കേട്ടോ. നിങ്ങളുടെ മകനെ കൊണ്ടേ വല്ലാത്ത ശല്യമാണ് കേട്ടോ. എൻ്റെ അമ്മാവൻ്റെ അടിയന്തരത്തിനിടയിൽ കൂടെയാണ് ആൾ കൂവിക്കൊണ്ട് നടന്നത്. പറയുന്നുണ്ടെന്ന് തോന്നരുത്. മഹേഷ് ഒന്നും പള്ളിയുടെ അവിടെ നിന്ന് പോയി പ്രാർത്ഥിക്കാൻ വരുന്നവരെ പരാതി പറയുന്നുണ്ട്. അമ്പല പരിസരമാണെന്നെങ്കിലും നോക്കണ്ടേ? ഓ പണ്ടാരക്കാലൻ ഇവനെ കൊണ്ട് കുടുങ്ങിയല്ലോ. ഡോ മഹേഷേ എണിക്കടാ കൊരങ്ങ. നാട്ടുകാർ പറയല് തുടങ്ങി നിന്റെ കൂവലുണ്ട്. അപ്പൊ മീൻകാര് കൂക്കണോണ്ടൊന്നും കുഴപ്പമില്ലേ? അതവരുടെ ജോലിയുടെ ഭാഗല്ലേ. ഇപ്പൊ ജോലിന്റെ ഭാഗമായിട്ട് കൂക്കിയ കുഴപ്പമില്ല. മീനൊന്നുമില്ല. ഓ ശല്യം നിർത്തണമായ എന്റെ കൂക്കല്. വായൽ വല്ലതും കുത്തി തിരുകും. ഉരുപ്പ്. ഓ ഉറക്കാൻ കളഞ്ഞു മായ.
ഇനി സ്റ്റേജിൽ കയറണം. അല്ലേ വേണ്ട, നാളെ വേണ്ട. വേദിക്ക് റിപ്പോർട്ട് ചെയ്യുക. മത്സരങ്ങൾ ആരംഭിക്കുകയാണ്. മാന്യ സദസ്സിന് വന്ദനം. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഏറ്റവും പ്രിയപ്പെട്ടവർ, ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു പൂവി തോപ്പിക്കാൻ നടന്ന നേരം എൻ്റെ കുട്ടി പ്രാക്ടീസ് ചെയ്യാൻ മറന്നു.